നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത്തയ്ക്ക പായസം ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏത്തയ്ക്ക ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത്തയ്ക്ക എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചവ്വരി കൂടി വേവിച്ച് അതിനകത്ത് ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ശർക്കര പാനിക്കായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഉരുക്കിയെടുത്തു, അരിച്ചടപ്പത്തെല്ലാം ഒഴിച്ചു. അങ്ങനെ ഇനി ഏത്തയ്ക്കായും ചവ്വരിയും ഉണ്ടയും കൂടെ കിടന്നൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നെയ്യും അതിലൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായും പൊട്ടിച്ചൊക്കെ ഇട്ടു. അപ്പം പായസമൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമുക്ക് ഇച്ചിരി പാൽ കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ലാസ്റ്റാണ് പാലൊഴിക്കുന്നത്. ഒരു പശുവും പാലാണ് ഒഴിക്കുന്നത്. അങ്ങനെ പാലും ഒക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടി ഞാൻ കാച്ചിയിട്ടുണ്ട്. അപ്പം പപ്പടവും പായസവും കൂടെ കഴിച്ച് നോക്കി. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പം ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ഒന്ന് വെച്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.